നമസ്കാരം. ഇത്രയും വർഷങ്ങൾ കൊണ്ട് 10-30 വർഷങ്ങൾ കൊണ്ട് പതിനായിരക്കണക്കിന്, വേണമെങ്കിൽ ലക്ഷക്കണക്കിന് എന്ന് പറയാം, അത്രയും ഡയബറ്റിക് പേഷ്യൻസിനെ കണ്ട് ധാരാളം പേരുടെ മരുന്നുകൾ കുറക്കുവാനും നിർത്താനും സഹായിച്ച ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന് പുറത്ത് ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഡയറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ, ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കാതെ, മുത്താരി, റവ, ഗോതമ്പ്, വൈക്കോല്, പുല്ല്, പിണ്ണാക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഭക്ഷണം കഴിക്കും. പാവക്കായ ജ്യൂസ് കുടിക്കുക, നെല്ലിക്കായ ജ്യൂസ് കുടിക്കുക. പട്ടിണി കിടന്ന് പ്രമേഹം മാറും. പട്ടിണി കിടന്ന് പ്രമേഹം മാറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, കേരളത്തിൽ ഒരാൾ പോലും ഭക്ഷണത്തിന്റെ കുറവുകൊണ്ട് മരിക്കുന്നില്ല. പക്ഷെ 70% മരണം ഭക്ഷണത്തിന്റെ കൂടുതലുണ്ടാണ്. റൈറ്റ്? വായു വലിക്കുമ്പോൾ വായു, വെള്ളം കുടിക്കുമ്പോൾ വെള്ളം. ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയല്ലേ? സോ ഭക്ഷണമാണ് രോഗം, ഭക്ഷണമാണ് ആരോഗ്യം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭക്ഷണത്തോടെ അകത്തെത്തുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാൻ ഭൂമിയിൽ ഒരു മരുന്നുമില്ല. ഇന്ന് ഒരാരും ഇത് കണ്ടുപിടിച്ചിട്ടില്ല. സോ അതിന് നിങ്ങൾ വ്യായാമം ചെയ്തേ പറ്റും. അപ്പൊ രാവിലെയാണ് വ്യായാമം ചെയ്യാൻ എല്ലാവർക്കും ഏറ്റവും കൺവീനിയൻറ്റ് ടൈം. അതുകൊണ്ട് രാവിലത്തെ വ്യായാമം ഒരു കാരണവശാലും മുടക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ചെയ്തിരിക്കണം. റൈറ്റ്? വ്യായാമം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. നല്ല വൃത്തിയായിട്ട് പ്ലാൻഡ് ആയിട്ട് മസിൽ സ്പെസിഫിക് എക്സസൈസും കാർഡിയാക് എക്സസൈസുകളും കുറച്ച് ബ്രീത്തിങ്ങും സ്ട്രെച്ചുകളും കുറച്ച് യോഗ എല്ലാം മിക്സ് ചെയ്തിട്ടൊരു പ്ലാൻ പാക്കേജ് നമ്മളുടെ കൂടെയാണ്. അത് നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്യും. നിങ്ങൾക്ക് ഗൈഡൻസ് ഞങ്ങൾ തരാം, ട്രെയിനിങ് തരാം. അത് നിങ്ങൾ ആസ്വദിച്ച് കൂട്ടത്തിൽ ചെയ്തോളൂ. എല്ലാ ദിവസവും അത് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ്. വ്യായാമം നല്ലോണം ചെയ്യുന്ന ഒരാൾക്ക് ക്വാളിറ്റിയുള്ള ഭക്ഷണം വേണ്ടേ? മസിൽ ബിൽഡിങ്ങിന് പ്രോട്ടീൻ വേണ്ടേ? നമ്മുടെ ശരീരത്തെ കോശങ്ങൾ നശിച്ചു പോകുമ്പോൾ പകരം പുതിയ കോശങ്ങൾ ഉണ്ടാവും. ഇതിനാണ് ജിമ്മിൽ പോകുന്ന കുട്ടികളെല്ലാം ഈ പ്രോട്ടീൻ പൗഡറെല്ലാം കഴിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല മസിൽ ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡർ ആവശ്യം വരുന്നത് ബോഡി ബിൽഡിങ് ആവശ്യമുണ്ടെങ്കിൽ. ഇതിൽ കോമൺ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തെ പ്രോട്ടീൻ ഏറ്റവും നല്ലത് പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ പ്രത്യേകിച്ചോ. അതിങ്ങളുടെ ഭക്ഷണത്തെ കൂട്ടാ, ഡെയിലി അത് ഭക്ഷണത്തിന്റെ ഭാഗമാക്കും. ഒരു മുട്ട, ഒരു ഗ്ലാസ് പാല്, ഇറച്ചി, മീൻ, ഇതൊക്കെ ആവശ്യത്തിന് കഴിച്ചോളൂ. ഒരു പരിധിക്കുള്ളിൽ കൊണ്ടുപോകാൻ നോക്കുക. വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുന്നതിന് പകരം കറികൾ, ബാർബിക്ക്, തന്തൂർ അങ്ങനത്തെ കഴിക്കുക. സോ അത് പ്രോട്ടീൻ റിച്ച് ആണ്. കുറച്ച് ഫാറ്റ് ഉണ്ട്. ഫാറ്റ്, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വലിയ ശത്രുവായിട്ട് നിങ്ങൾ കാണില്ലേ? കൊളസ്ട്രോൾ ഇറ്റ്സ് എ ബിൽഡിംഗ് ബ്ലോക്ക്. കൊളസ്ട്രോളിനാണ് സെക്സ് ഹോർമോൺസ്, സ്റ്റീറോയ്ഡ് ഹോർമോൺസ്, ബയോമെംബ്രൻസ്, വൈറ്റമിൻ ഡി, ബൈൽ ആസിഡ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിന്. കൊളസ്ട്രോൾ ആവശ്യത്തിന് വേണം. അതൊരു പരിധി വിട്ട് പോകുമ്പോഴാണ് ശത്രുവായി മാറുന്നത്. നിങ്ങൾക്ക് എന്താ സെക്സ് ഹോർമോൺസ് വേണ്ടേ? സോ അനാവശ്യമായിട്ട് പേടികൾ. ഇപ്പൊ ഒരു മുട്ടയുടെ മഞ്ഞ, അത് മുഴുവൻ കൊളസ്ട്രോൾ എന്ന് പലരും വിചാരം. ഒരു മുട്ടയുടെ മഞ്ഞയിൽ എത്ര കിലോ കൊഴുപ്പിട്ട്? ഒരു മുട്ട ആകെ 80 കലോറികൾ എന്നാണ് WHO ലിസ്റ്റ് പറയുന്നത്. റൈറ്റ്? മഞ്ഞ അടക്കം ഒരു കോഴിക്കുഞ്ഞിന് വളരാൻ ആവശ്യമായ മുഴുവൻ ന്യൂട്രിയൻസ് ഉള്ളത് മഞ്ഞയുടെ തന്നെ യോക്കിലാണ്. അല്ലാതെ വെള്ള വെറും പ്രോട്ടീൻ, അത് ചെറുപേർ കഴിച്ചാൽ പോരെ. സോ മുട്ട കഴിക്കുന്ന ഒരു മുട്ട ഫുള്ളായിട്ട് തന്നെ കഴിക്കുക. അത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫുഡ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ വ്യായാമം ചെയ്യുന്നവരായിരിക്കണം. ആൻഡ് റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം കൺട്രോളിലാണെന്ന് ഉറപ്പാക്കി കൊണ്ടുപോകണം. അല്ലാതെ ഒന്നും ചെയ്യാതെ കണ്ണിക്കണ്ട് എല്ലാ ഭക്ഷണവും വലിച്ചു വാരി കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതെന്ന് ഓർക്കുക. സോ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് എന്ന് പണ്ട് പറയും. നിങ്ങൾ രാവിലെ നല്ലോണം വ്യായാമം ചെയ്തു. നിങ്ങൾക്കിനി എനർജി ആവശ്യമുണ്ട്, നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട്, എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തെ എല്ലാ റീഫില്ലിങ് നടക്കുന്നത് ഈ സമയത്താണെന്ന് ഓർക്കുക. സോ ക്വാളിറ്റിയിലൊരു ഭക്ഷണം, അതിനകത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം ഉൾക്കൊള്ളിക്കുക, ഫൈബർ എന്നറിയാൻ വേണ്ടിയിട്ട്. റൈറ്റ്? ഇപ്പോൾ ഒരു 5, 6, 8, 10 ഇഡ്ഡലി ദോശ കഴിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ സാമ്പാർ കൂടെ കൂട്ടാൻ, സാമ്പാറിന്റെ കഷ്ണം കുറെ അധികം കൊടുത്ത് ഇടൂ. അത് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് കഴിക്കുക. സാലഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇത് കഴിച്ച് കൂടെ മുട്ട, പാൽ, ഇതൊക്കെ ആകുമ്പോൾ 1, 2 ഇഡ്ഡലി, ഒരു ദോശ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ബാക്കി ശരീരത്തിനുകൊണ്ട് ന്യൂട്രിയൻസ് എല്ലാം ആ സാലഡ്സിലൂടെയും പ്രോട്ടീൻ ഇതെല്ലാം പയറിലൂടെ ഇതെല്ലാം കിട്ടണം. ഇനി ആലോചിച്ചപ്പോൾ ഉച്ചവരെ നമുക്ക് പ്രത്യേകിച്ച് ഹെവി വർക്ക്സ് ഒന്നും ഇല്ലാത്ത ജീവിത രീതിയാണോ നിങ്ങൾക്ക്? അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ ഉച്ചക്ക് നല്ലൊരു ലഞ്ച് വേണം, ഒരു ചോറും കറികളൊക്കെ കഴിക്കണം. പക്ഷെ ഉച്ചവരെ അധ്വാനം വ്യായാമില്ലാത്ത ഒരാൾക്ക് എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടോ? നിങ്ങൾ എന്താണ് ഉച്ചക്കൊരു ഹെവി ഭക്ഷണം, ബിരിയാണി, സദ്യ, കുഴിമന്തി, ഇങ്ങനെ കുറേ എന്തെല്ലാം ഉച്ചക്കങ്ങൾ വലിച്ചു വാരി കഴിക്കുക. രാത്രി മുത്താരി, റവ, ഗോതമ്പ്, വൈക്കോൽ, ഉണക്ക ചപ്പാത്തി എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി കഴിക്കും. ആ ഭക്ഷണ ഹാബിറ്റ് ഒന്ന് മാറ്റാം.
ഉച്ചക്ക് നല്ല സാലഡ്സ് എന്തെങ്കിലും കഴിക്കുക, ലൈറ്റായിട്ടൊരു ഫുഡ്. ചോറ് ആണെങ്കിൽ തന്നെ ധാരാളം കറികൾ എടുത്തിട്ട് ഇത്തിരി ചോറ് എടുത്തിട്ട് നമ്മൾക്ക് ആ വിശപ്പ് മാറ്റാൻ വേണ്ടി ധാരാളം ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ തോരൻ സാധനമൊക്കെ ധാരാളം എടുക്കുക. ഇറച്ചി മീൻ കഴിച്ചോളൂ, പക്ഷെ ചോറ് വളരെ കുറച്ചാക്ക്. വല്ല ടേസ്റ്റ് ഉണ്ടോ ചോറിന്? കറികൾക്ക് അല്ലേ ടേസ്റ്റ്. അങ്ങനെ ലഞ്ച് ജസ്റ്റ് ഉച്ച വരെ ഒരു അധ്വാനം വ്യായാമില്ലാത്ത ആൾക്ക് വിശപ്പ് കളയാനുള്ള ഭക്ഷണം മതി വയറ്റിലേക്ക് ചെല്ലേണ്ടത്. നമുക്ക് കുറേ കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ പ്രോട്ടീൻ ആവശ്യമില്ല. ഇനി വൈകുന്നേരം ഒരു ചായ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചായയുടെ കൂടെ കടി ഒരു ദിവസം 2 ബിസ്ക്കറ്റ്, ഒരു ദിവസം ഒരു ഷവർമ, പിറ്റേ ദിവസം പഴംപൊരി, പിറ്റേ ദിവസം 2 ഉഴുന്നുവട. ഇതിൻ്റെയൊക്കെ കലോറി വാല്യൂടെ ഡിഫറൻസ് എടുത്തൊന്ന് പഠിക്കണം നിങ്ങൾ. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഗൂഗിളിൽ എടുത്തിട്ട്. സോ അതുകൊണ്ട് വൈകുന്നേരം വെറും ചായ മാത്രം, കടികളെ ഒഴിവാക്കുക. കുറച്ച് ദിവസമൊക്കെ വിശപ്പൊക്കെ തോന്നുമായിരിക്കും, താൽക്കാലികമാണത്. നോമ്പ് കാലത്ത് നമ്മുടെ മുസ്ലിം സഹോദരർ ആലോചിച്ച് നോക്കിയാൽ രാവിലെ 5 മണി തൊട്ട് രാത്രി 6 മണി വരെ പച്ചവെള്ളം കുടിക്കായിരിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചു, ആരെങ്കിലും മരിച്ചു അങ്ങനെ ഇരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കണക്ക് തീർക്കലുണ്ട് പലരുടെയും. അതൊക്കെയാണ് തെറ്റും. സോ 3 ഭക്ഷണം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഹെൽത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ തീറ്റനെ കുറെ വേണ്ടെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കുക. നിങ്ങൾ അതിനോടത്ത് വെച്ച് കാണാം നമുക്ക്. സോ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ലഞ്ച്, ഒരു ഡിന്നർ, അത് ക്വാളിറ്റി ഉള്ളത് കഴിക്കുക. റൈറ്റ്. ഇനി ഉച്ചക്ക് കഴിച്ച ഭക്ഷണവും രാവിലെ കഴിച്ച ഭക്ഷണമൊക്കെ നമ്മൾ ബ്ലഡിലെ കാലറീസ് ഒക്കെ ഇട്ട് ചെന്നിട്ടുണ്ട്. അതൊന്ന് എനർജി ആക്കാൻ വൈകുന്നേരം എന്തെങ്കിലും കുറച്ചുകൂടെ ആക്ടിവിറ്റീസ്. ഒരു കൃഷിക്കാരന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആക്ടിവിറ്റീസ് ഉണ്ട്, അധ്വാനിക്കുന്ന ജോലി ചെയ്യുന്നവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കതില്ല. സോ വൈകുന്നേരം കുറച്ച് സമയം എക്സസൈസ് ചെയ്യും, ഗോ ഫോർ എ വാക്കിംഗ് വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ജോഗിങ് പോലത്തെ, അല്ലെങ്കിൽ 2 പാട്ട് ഇട്ടപ്പോൾ ഡാൻസ് ചെയ്യും, കുറച്ച് സൂംബ ഡാൻസ് ചെയ്യും. ഇല്ലെങ്കിൽ താ ഞങ്ങളുടെ കൂട്ടായ്മ ചെയ്യുന്നത് പോലെ അത് ഈവനിങ് ഒരുമിച്ച് ചേർന്ന് എല്ലാവരും സോം പ്ലാറ്റ്ഫോമിൽ തമ്മിൽ കണ്ടുകൊണ്ട് ചെയ്ത് ചിരിച്ച് വെച്ച് വർത്താനം പറഞ്ഞ് നല്ലൊരു മെന്റൽ റിലാക്സേഷൻ അടക്കം 2 പാട്ടൊക്കെ പാടുക. അങ്ങനെയാണ് അത് ചെയ്യുന്നു. അതിൻ്റെ ക്വാളിറ്റിയുള്ള ഡിന്നർ കഴിച്ച് കിടന്ന് ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തിട്ട് എനർജി വേണ്ടേ, പ്രോട്ടീൻ വേണ്ടേ, എല്ലാം വേണ്ടേ. എന്നിട്ട് ക്വാളിറ്റിയുള്ളൊരു ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങുക. നിങ്ങളൊന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നോക്കും, നിങ്ങളുടെ ലൈഫേ മാറും. ആൻഡ് എൻ്റെ റിക്വസ്റ്റോടെ വെക്കാം, നെവർ വേസ്റ്റ് ഫുഡ്. നമ്മൾ എടുത്ത് പ്ലേറ്റ് വിളമ്പിത് മുഴുവൻ കഴിച്ചിരിക്കണം. ആവശ്യമുള്ളത് മാത്രം എടുക്കുക, എടുത്ത് മുഴുവൻ കഴിച്ചിരിക്കണം. നമ്മൾ പാഴാക്കുന്ന ഭക്ഷണത്തിൽ വേറൊരാളുടെ വിശപ്പുണ്ടെന്ന് ചിന്തിക്കുക. എത്ര പേര് നമ്മുടെ നാട്ടിലില്ലായിരിക്കാം, പുറലോകത്തില്ലേ, ദാരിദ്ര്യം അനുഭവിച്ചു പട്ടിണി കിടക്കുന്നവർ. സോ നെവർ വേസ്റ്റ് ഫുഡ്. ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുക, അനാവശ്യ ഭക്ഷണങ്ങളുടെ ക്വാണ്ടിറ്റി കുറക്കുക. എപ്പോഴും ചിന്തിക്കേണ്ടത് അകത്തേക്ക് ചെല്ലുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഗ്ലൂക്കോസും കൊടുക്കും എനർജി ആക്കാൻ ഈ ഭൂമിയിൽ ഒരു മരുന്നില്ലാതിരിക്കെ. വ്യായാമം ചെയ്തേ പറ്റൂ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുപോയാൽ നിങ്ങളുടെ ലൈഫേ മാറും. ചെറുപ്പം തിരിച്ചു വരാൻ തുടങ്ങും. 10, 20, 30 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റണം. നല്ല ആരോഗ്യത്തോടു കൂടി വയസ്സാവുക. കാശ് കൊടുത്ത് വാർദ്ധക്യമല്ല നമ്മൾ വാങ്ങേണ്ടത്. ചെറുപ്പം തിരിച്ചു പിടിക്കുക, ആരോഗ്യം ബെറ്ററാക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ ദിവസം കഴിയുന്നതും ലൈഫ് കൂടുതൽ കളർഫുൾ ആകട്ടെ എല്ലാവരുടെയും. ഓക്കെ.